യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവുമെൻ യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവുമെൻ യേശുവിന്. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സ്തുതിയും മുഖസ്തുതിയും കേൾക്കുന്നത് ഇഷ്ടപ്പെടുന്ന ധാരാളം പേരുണ്ട്. അത് പറയുന്നതിൽ ഒട്ടും മടിയില്ലാത്തവരും കുറവല്ല. പലപ്പോഴും സ്തുതിച്ചു പറയുന്നത് കാര്യസാധ്യത്തിന് ആയിരിക്കും. എന്നാൽ കാര്യം സാധിക്കാതെ വരുമ്പോൾ സ്തുതിക്കുന്നവർ തന്നെ നിന്ദിക്കുന്നതും കാണാം. ഇത് സാധാരണ നമ്മുടെ ചുറ്റിലും കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ സ്തുതി എന്നതിന് നൽകിയിരിക്കുന്ന അർത്ഥം എന്തെന്ന് നോക്കാം. ഒന്ന്, താങ്ക്സ്, നന്ദി പറയുക. നൽകിയ ഉപകാരത്തിനായി പ്രശംസാവാക്കുകൾ പറയുക. രണ്ട്, പ്രൈസ്, പുകഴ്ത്തുക, സ്തുതിക്കുക. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ദൈവത്തോടുള്ള നന്ദി നിറഞ്ഞ ജീവിതമാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകിയ ദാനങ്ങളാണ് എന്നോർത്ത് അവയ്ക്കെല്ലാം ദൈവത്തോട് നന്ദി പ്രകാശിപ്പിക്കുകയും അവയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുക. 40-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. അതായത് യഹോവയായ ദൈവം എൻ്റെ വായിൽ തന്ന പുതിയ പാട്ടാണ് ദൈവത്തിന് സ്തുതി പാടുക എന്നത്. ഈ സ്തുതി കാര്യസാധ്യത്തിനായിട്ടുള്ളതല്ല, പിന്നെയോ ദൈവം നൽകിയ ഉപകാരങ്ങൾക്കായി ഹൃദയാന്തർഭാഗത്തു നിന്ന് ഉയരുന്ന നന്ദിയാണ്. എന്തൊക്കെ ഉപകാരങ്ങളാണ് ദൈവം നൽകിയത്? സങ്കീർത്തനം 40-1-2 വാക്യങ്ങൾ. യഹോവയുടെ നിലവിളി കേട്ടു, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ചേറ്റിൽ നിന്നും എന്നെ കയറ്റി, എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സുസ്ഥിരമാക്കി. തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിൽ ലഭിച്ച സുരക്ഷിതത്തെ ഓർത്ത് സങ്കീർത്തനക്കാരനായ ദാവീദ് സ്തുതി അർപ്പിക്കുകയാണ്. അതേ, നമ്മെ നാശത്തിൽ നിന്ന് സുരക്ഷിതത്തിലേക്ക് നയിച്ചതിനായി, അശാന്തിയിൽ നിന്ന് സമാധാന അനുഭവത്തിലേക്ക് പ്രവേശിപ്പിച്ചതിനായി, മരണത്തിൽ നിന്ന് വിടുവിച്ച് നമ്മെ ജീവനിലേക്ക് നടത്തിയതിനായി സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും സ്തുതി അർപ്പിക്കാം. കൊലോസ്യർ 2:7 പറയുന്നത്, നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. ഇവിടെ പൗലോസ് പറയുന്നത് സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കണം എന്ന. ലഭിച്ച നന്മകൾക്കായി സ്തുതി അർപ്പിക്കുന്നവരും നന്മകൾ ലഭിച്ചിട്ടും നന്ദി പറയാത്തവരുമുണ്ട്. ലൂക്കോസ് 17:11 മുതലുള്ള വാക്യങ്ങളിൽ ഈ വിധത്തിൽ ഉൾപ്പെട്ടവരെ നമുക്ക് കാണാം. 10 കുഷ്ഠരോഗികൾ, അവർ ദൂരത്തു നിന്നുകൊണ്ട് നിലവിളിക്കുകയാണ്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശു അവരുടെ നിലവിളി കേട്ടു. നിങ്ങൾ പോയി പുരോഹിതന്മാരെ കാണുക എന്ന് പറയുകയും അവർ പുരോഹിതന്മാരെ കാണുവാൻ പോകുന്ന വഴിയിൽ വെച്ച് തന്നെ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. അവരിൽ ഒരുവൻ കർത്താവിൻ്റെ അടുക്കൽ മടങ്ങി വന്നു കർത്താവിന് നന്ദി പറഞ്ഞു. നന്ദി പറഞ്ഞ ഈ മനുഷ്യൻ ഒരു ശമരിക്കാരൻ ആയിരുന്നു. സൗഖ്യം പ്രാപിച്ചിട്ടും കർത്താവിൻ്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് നന്ദി പറയാതിരുന്ന 9 പേർ യഹൂദ മതത്തിൽപ്പെട്ടവരും ആയിരുന്നു. അന്യജാതിക്കാരൻ നന്ദി പറയുമ്പോൾ സ്വന്തം ജനം നന്ദി പറയുവാൻ താല്പര്യപ്പെട്ടില്ല.
യേശു ഇവിടെ ഒരു ചോദ്യം ചോദിക്കുന്നു, മറ്റ് 9 പേർ എവിടെ? കർത്താവിൻ്റെ ഈ ചോദ്യത്തിന് നാം ഓർക്കേണ്ടുന്ന ഒരു സംഗതി ഉണ്ട്. അതായത്, നമ്മിൽ നിന്നും ദൈവം നന്ദി ആഗ്രഹിക്കുന്നു. ഇല്ലായിരുന്നുവെങ്കിൽ കർത്താവ് ഈ ചോദ്യം ചോദിക്കില്ലായിരുന്നു. 103 സങ്കീർത്തനം ആരംഭിക്കുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അത് ലഭിച്ച അനുഗ്രഹത്തിനായി അവൻ്റെ ഉപകാരങ്ങൾ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരു സ്ത്രീയാണ് ഹന്ന. 1 ശമൂവേൽ 2:1 മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഹന്ന പാടിയ പാട്ടാണ്. ഈ പാട്ട് പാടിയ സാഹചര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ദീർഘകാലം മക്കളില്ലാതിരുന്ന ഹന്ന, അവൾ നിരന്തരം ദൈവത്തോട് നിലവിളിച്ചു. ഹന്ന പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എന്നെ നോക്കണമേ, എൻ്റെ കഷ്ടത കാണണമേ, എന്നെ ഓർക്കണമേ, എന്നെ മറക്കരുത്. അവൾ പ്രാർത്ഥനയിൽ കൂടി തൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു. അവളുടെ ശബ്ദം വെളിയിൽ വന്നില്ല, അവളുടെ അധരം അനങ്ങുക മാത്രം ചെയ്തു. ഇന്ന് വിവിധ ആരാധനകളിലും പ്രാർത്ഥനകളിലും കാണുന്ന ബഹളവും മറ്റും കേട്ടാൽ തോന്നും ഉച്ചത്തിൽ ബഹളം വെച്ചാലേ കർത്താവ് കേൾക്കുകയുള്ളൂ എന്ന്. 1 ശമൂവേൽ 18-ാം അധ്യായത്തിൽ ബാലിൻ്റെ പ്രവാചകന്മാരോട് ഏലിയാവ് പറയുന്നത്, ഉച്ചത്തിൽ നിലവിളിപ്പീൻ, അവൻ ദേവനല്ലോ, ചിലപ്പോൾ അവൻ ധ്യാനിക്കുകയായിരിക്കും. എന്നാൽ നമ്മളുടെ ദൈവം മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. അവൻ ഏറ്റവും അടുത്ത തുണിയായിരുന്നു നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവാണ്. കർത്താവെ, നിന്നിൽ ലഭിക്കുന്ന എല്ലാ നന്മകൾക്കായും നന്ദി പറയുവാനുള്ള മനസ്സ് എനിക്ക് തരണമേ. ആമേൻ. എന്റെ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. എന്റെ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ കർത്താവിന് സ്തുതികൾ തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവുമെൻ യേശുവിന്. ആമേൻ. മഹത്വവും